അമൃത ടിവിയിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികളുടെ ഭജൻ ഇനി നേരിട്ട് ജനങ്ങളിലേക്ക്. ഓംകാര ഭജൻസ് എന്ന പേരിലാണ് പുതിയ ഭജന സംഘം എത്തുന്നത്. ഞായറാഴ്ച കൊച്ചിയിലെ അമൃത ടിവി സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാരം ഭജൻസിന്റെ ആദ്യ പരിപാടി നടക്കും. അമൃത ടെലിവിഷനിലെ ജനപ്രിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികൾ ചേർന്നാണ് ഓംകാര ഭജൻസ് എന്ന പേരിൽ ഭജന സംഘവുമായി ജനമനസ്സുകളിലേക്ക് എത്തുന്നത്. ക്ഷേത്രങ്ങളിലും ഭക്തിനിർഭരമായ പൊതുവിടങ്ങളിലും ഓംകാര ഭജൻസിന്റെ പരിപാടികൾ ഉണ്ടായിരിക്കും. വീടുകളിലും ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനും കാരണമായിരുന്നു. എന്നാൽ തിരക്ക് പിടിച്ച ഇന്നത്തെ ചുറ്റുപാടിൽ അത്തരം കൂട്ടായ്മകൾ ഇല്ലാതെയായി. അതൊക്കെ വീണ്ടെടുക്കുക എന്നതുകൂടിയാണ് ഭജനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച കൊച്ചി വൈറ്റ്ലയിലുള്ള അമൃത ടെലിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാര ഭജൻസിന്റെ ആദ്യ പരിപാടി നടക്കും. അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ മാറാൻ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ വൈകുന്നേരം നമ്മൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ നാമജപത്തിന് പിന്നിൽ. അപ്പം കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പം അതൊക്കെ പോയി തുടങ്ങി കുടുംബത്തിൽ നിന്ന്. അപ്പം നമ്മൾ വീണ്ടും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയമായിട്ട് വരുന്നത്. അപ്പം ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് നമ്മളിതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇനി സീനിയർ ബാച്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഈ 10 കുട്ടികളെ വെച്ചിട്ടാണ്, സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളെ വെച്ചിട്ട്. സൂപ്പർ സ്റ്റാർ മത്സരാർത്ഥികൾക്കൊപ്പം അമൃത വിദ്യാലയത്തിലെ കുട്ടികളും ഭജൻ ആലപിക്കുന്നുണ്ട്. ചിട്ടയായ പരിശീലനത്തിന് ശേഷമാണ് ഓംകാര ഭജൻസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കൊച്ചിയിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. സംഗീതവും ഭക്തിയും എല്ലാം കൂടി ചേരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് കേരളത്തിലുടനീളം ഓംകാര ഭജൻസിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.